പത്മകുമാർ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് നമ്മൾ ഈ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്ന അങ്ങോട്ടാ അതിനൊരു കാര്യമുണ്ട്. അതിനൊരു കാര്യമുണ്ട്. അല്ല, അതിനുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എലക്ഷൻ പടിവാദിക്കില്ലാന്നേ. ഇലക്ഷൻ പടിവാദിക്കലാണ്. ശബരിമലയിൽ സ്വർണം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്താണ്, കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ഒരു ആരോപണം ഇന്നും പറയാൻ പറ്റാത്ത പ്രതിപക്ഷത്തിൽ കിട്ടുന്ന വടി എന്നുള്ള അർത്ഥത്തിൽ ഇതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ കൊണ്ടുപോകണം? ഞാൻ ചോദിക്കുന്നത് അല്ല, ഒരാഴ്ച മുന്നേ വന്ന ഈ പറയുന്ന ശബരിമല മാത്രമാണുള്ള പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. 9 വർഷം മറിച്ച് പിണറായി സർക്കാരിനെതിരെ ആരോപണം പറയാൻ ഒന്നും ഇപ്പൊ കയ്യിലില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് പറയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ പോയി മുഖ്യമന്ത്രി എന്നുള്ളത് അന്വേഷണം നടക്കുന്നില്ലോ? ആരുടെ നേതൃത്വം? SIT നേതൃത്വം. ഇപ്പൊ മുഖ്യമന്ത്രി അല്ലല്ലോ അതിന്റെ മേധാവി, ആണോ? അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലല്ലോ മേധാവി, SIT അല്ല അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടത്തുന്നത് അത് നോക്കുന്നില്ല. പിന്നെ സെലക്റ്റീവായിട്ട് അയ്യോ എങ്ങനെയില്ല അങ്ങോട്ട് കൊണ്ടുപോകും. ദേവസ്വം മന്ത്രി, ദേവസ്വം മുഖ്യമന്ത്രി ഏത് 2017-ലും 18-ലും 19-ലൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യാൻ പറ്റണം? എന്തിനും ചെയ്യാനുണ്ടോ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ്റെ പടിവാദിക്കൽ 9 വർഷമായിട്ട് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ വന്നിട്ട് 1 മണിക്കൂർ മുന്നേ പറയാം. ഞാൻ വിചാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ശബരിമലയിൽ കൊണ്ടുവന്നവർക്ക് തുടങ്ങി, ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവർക്ക് തുടങ്ങി, വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് തുടങ്ങി, എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, പൊളിറ്റിക്കൽ ആൾക്കാരെ മാത്രം കുറച്ച് ഉദ്യോഗസ്ഥനെ പിടിച്ച് ജയിലിലിട്ടാൽ ഇതോടെ അവസാനിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല.